ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവർദ്ധനും ബാലചന്ദ്രനും കൂടെ സംസാരിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയേണ്ട നമുക്കൊരു സ്ഥലം വരെ ഒന്ന് യാത്ര പോകാനുണ്ടെന്ന്. ഗോവർദ്ധനൻ ചോദിക്കുകയാണ്, എവിടെയാണ് ബാലേട്ട? അത് ഒരു സ്ഥലം വരെ എന്ന് പറഞ്ഞാൽ നീലഗിരി, ഊട്ടി അങ്ങോട്ടൊക്കെയാണ്. ഓ അത് ശരി, അപ്പോൾ മൂത്ത അളിയനിരിക്കുന്ന സ്ഥലത്തേക്കാണല്ലേ? അതെ, അങ്ങോട്ട് തന്നെ. എന്താണ് പ്രത്യേകിച്ച് കാര്യം? വേറെ ഒന്നുമില്ല, അലീന പോവുകയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവളെ നമുക്ക് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. സേഫായിട്ട് ഒരിടത്ത് എത്തിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഞാൻ. അവിടെ പോയിട്ട് എന്താ? അവിടെ ചില കാര്യങ്ങളുണ്ട്. എനിക്ക് ഗംഗേട്ടനുമായിട്ട് സംസാരിക്കണം. ഇത്രയും ദൂരം പോകണോ ബാലേട്ടാ? നമുക്കിവിടെ വീഡിയോ കോളിലോ ഫോണിലോ സംസാരിച്ചാൽ പോരെ? അത് പോരെ ഗോവർദ്ധന, നമുക്ക് അവിടെ പോയി എനിക്ക് മുഖം നോക്കി തന്നെ സംസാരിക്കണം. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, ചില ആൾക്കാരുടെ മുഖത്ത് നോക്കി സംസാരിച്ചാലേ അത് ക്ലിയർ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം. പക്ഷേ നമ്മൾ പോകുന്ന ഈ യാത്ര നമ്മൾ രണ്ടുപേരും അല്ലാതെ ഇനി ഒരാൾ അറിയരുത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. അങ്ങനെ അതും കഴിഞ്ഞ് ഗോവർദ്ധൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അലീന ഒരു കപ്പ് ചായയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്കിളെ, പോവാനിറങ്ങിയോ? ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ സംസാരമെല്ലാം കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധനം പറയാണ്, അതെ, സംസാരമൊക്കെ കഴിഞ്ഞു. എന്തായിരുന്നു? അത് സീക്രട്ടാണ്, അതൊന്നും ഞാൻ പറയില്ല. ഓ, അത്രയ്ക്ക് സീക്രട്ടാണോ? എന്നാലും ചെറിയൊരു ക്ലൂ തന്നൂടെ? അല്ല, ബാലേട്ടനും ഞാനും കൂടെ ഒന്ന് ചെറിയൊരു യാത്ര പോകാമെന്നൊക്കെ കരുതി അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. അതെയോ? അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പോക്ക് എനിക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ അല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല, അതൊക്കെ ബാലേട്ടനോട് തന്നെ ചോദിക്കണം. ശരി, എന്നാൽ ചായയൊക്കെ കൊള്ളാൻ കേട്ടോ, നന്നായിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധൻ അവിടുന്ന് പോവാണ്. അത് കഴിഞ്ഞ് അലീന നേരെ മനുവിനെ വിളിക്കാൻ കേട്ടോ. മനു കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് മനു പറയുവാണ്, അലീന, ഇവിടെ ബബിത എന്നെ രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു? നീ പോകുന്ന കാര്യവും പിന്നെ നീയല്ല അവിടുത്തെ ബാക്കിയുള്ള സത്യങ്ങളും കാര്യങ്ങളൊക്കെ നീ അവിടെ പറഞ്ഞിരുന്നല്ലേ? അതെ, ഞാനായിട്ടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മനുവേട്ടാ. അച്ഛനല്ലേ ഇങ്ങനത്തെ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അച്ഛൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും എന്നെ രക്ഷിക്കാനും വേണ്ടിയിട്ട് അന്ന് ഉണ്ടാക്കിയ കഥ അത് ഇപ്പോൾ ഞാൻ ആദ്യം രോഹിത്തിനോട് പറയേണ്ടി വന്നു. രോഹിത് അത് ബബിതയോട് പറഞ്ഞു. ഇങ്ങനെയാണ് കാര്യങ്ങൾ അറിഞ്ഞത്. അതിനച്ഛനെന്നെ നന്നായിട്ട് വഴക്കും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അവൾക്ക് നല്ല സങ്കടമുണ്ട് ബബിതയ്ക്ക് നീ പോകുന്നതിന്. കാര്യങ്ങൾ അറിഞ്ഞു, എല്ലാവരും എല്ലാം ഒളിപ്പിച്ച് വെച്ചു, കള്ളം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവളെ എന്നോട് ഒത്തിരി പരിഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അലീന, നീ പോകുന്നതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പറയാൻ നിന്നോട് പോകണ്ട, ഇവിടെ നിൽക്കാനെന്ന്. ഞാൻ പറഞ്ഞ കേൾക്കുന്ന ആളാണല്ലോ അല്ലേ? അല്ല മനുവേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് പോയേ പറ്റൂ. ഈ കുടുംബം നേരെ ആവണമെങ്കിൽ ഞാൻ പോകണം. അവരുടെ അമ്മ തിരിച്ച് വരട്ടെ, അപ്പോഴാണ് ഈ കുടുംബം ഒരു കുടുംബമാവുന്നത്. അതെ, അലീന പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമല്ലേ? ശരിയാവോ ശരിയാവാത്തെ എനിക്കറിയില്ല. ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് മനുവേട്ടാ. ശരി, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പിന്നെ ഞാനൊരു ജോലിയുടെ കാര്യം പറഞ്ഞില്ലേ, അതെനിക്ക് തരപ്പെടുത്തി തരണേ. പിന്നെ മാമച്ചൻ അങ്കിളിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും വഴി കൂടെ ഒരു ജോലി കിട്ടുവാണെങ്കിൽ അത് വലിയ കാര്യമായിരുന്നു. ശരി അലീന, നോക്കാം. എനിക്ക് കുറച്ചുകൂടെയൊക്കെ സംസാരിക്കാനുണ്ട്. എനിക്കും ഇവിടെ ജോലിയുണ്ട്. കുഴപ്പമില്ല, നീ ഫോണും കൊണ്ട് പൊക്കോ, ഞാൻ സംസാരിച്ചോളാം എന്നിങ്ങനെ മനു പറയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ബബിത വരുന്നുണ്ട്. കൃഷ്ണമോളെ വിളിക്കാൻ പറയുകയാണ്. അത് കഴിഞ്ഞ് കൃഷ്ണയും ബബിതയും കൂടെ കൊച്ചു കൊച്ചു കുറുമ്പുകളും വഴക്കുകളും കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ കഴിക്കുന്നിടത്ത്. ആ സമയത്ത് ഇതും കണ്ടുകൊണ്ടാണ് ബാലചന്ദ്രനും രോഹിത്തും വരുന്നത്. ബാലചന്ദ്രൻ പറയാണ്, പിള്ളേരെ, നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്? അടി ഉണ്ടാക്കല്ലേ, സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക. എനിക്ക് വയ്യാത്തൊരാളല്ലേ, ഞാനൊന്ന് സമാധാനമായിട്ടിരുന്ന് കഴിച്ചോട്ടെ. പിന്നെ ഇങ്ങനെ കുറുമ്പ് കാണിക്കല്ലേ പിള്ളേരെ എന്ന് പറഞ്ഞ് എല്ലാവരും വഴക്കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ പറയാം, അതെ, നിങ്ങളോടെല്ലാം എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ 2 ദിവസത്തേക്ക് ഇവിടെ കാണില്ല, ഒരു യാത്ര പോകാനുണ്ട്. അതെയോ? എങ്ങോട്ടാ? അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊരു യാത്രയാണ്. കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കിക്കൊള്ളണം. ഇവിടെ അലീനയുണ്ട്, പേടിക്കാനൊന്നുമില്ല. വേണമെങ്കിൽ ഗോവർദ്ധൻ്റെ ഭാര്യ ഇങ്ങോട്ട്, സുലോചന അനിയത്തിയാണല്ലോ ബാലചന്ദ്രൻ്റെ, അവളെ ഇങ്ങോട്ട് വിളിക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അലീന പറയാം, അത് വേണ്ട, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അവരെയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? ഞങ്ങൾക്കിവിടെ പേടിയൊന്നുമില്ല അച്ഛാ. പിന്നെ അച്ഛാ, എന്തായാലും അച്ഛനിവിടെ ഇല്ല. ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് രേവതി കുട്ടിയുടെ വീട് വരെ പൊക്കോട്ടെ. അയ്യോ, അതെന്തിനായി എറണാകുളം വരെ പോകുന്നത്? അല്ല, അന്ന് എനിക്ക് വയ്യാതെ കിടന്നപ്പോൾ അവൾ ഇങ്ങോട്ട് വരണമെന്ന് ഒത്തിരി വാശി പിടിച്ചിരുന്നേ. ഞാനാ പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ടാന്ന്. എന്തായാലും നമ്മൾ മാത്രമല്ലേ അച്ഛാ ഇവിടെ ഉള്ളൂ. നമ്മൾ പിള്ളേരെ എല്ലാവരും കൂടെ ഞാനൊന്ന് കൊണ്ടുപോയിക്കോട്ടെ. നിനക്ക് രേവതി കുട്ടി കാണണമെങ്കിൽ നീ പോയി കണ്ടോ ലീനെ, അതിന് ഇവരെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? എന്താ അച്ഛാ അങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടോ? ആരൊക്കെയാണ് പോകുന്നത്? അങ്ങനെ രോഹിത് ഒഴിച്ച് ബാക്കി 2 പേരും കൈ പൊക്കാണ് കേട്ടോ. അപ്പോൾ ഉടനെ ബാലചന്ദ്രൻ അലീനയുടെ കൈയും കൂടെ പൊക്കിയിട്ട് പറയാം, ഇനിയിപ്പോൾ നീയായിട്ട് എന്തിനാ പൊക്കാതിരുന്ന? നീയും പൊക്കിക്കോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് വന്നോ കേട്ടോ. അങ്ങനെയെങ്കിൽ അങ്ങനെ ശരി എന്നിങ്ങനെ ഇവർ സമ്മതിച്ച് വച്ചേക്കണം കേട്ടോ. വൈജയാണെങ്കിൽ പതിവ് പോലെ ഉറക്കമൊക്കെ എണീറ്റ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടേബിളിൻ്റെ മുന്നിൽ വന്നിരിപ്പുണ്ട് കേട്ടോ. ഒറ്റ സാധനം അവിടെ ഇല്ല. വിശന്നിട്ട് വയ്യ വൈജയ്ക്ക്.
കമലെടുത്തി എന്ന് വിളിക്കുന്നുണ്ട്. കമലെടുത്തിട്ട് ഒരു പൊടി പോലും അവിടെ കാണാനില്ല. ആ സമയത്ത് തന്നെ നമ്മുടെ മനു അങ്ങോട്ട് ഇറങ്ങി വരുവാണ് കേട്ടോ. മനു, നീ അങ്ങോട്ടാ? ഞാൻ ഓഫീസിലോട്ട്. നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടേ? ആ, എനിക്കൊന്നും വേണ്ട, ഞാൻ പിന്നീട് പോയി കഴിഞ്ഞ് എന്തെങ്കിലും കഴിച്ചോളാം. എന്താ ആൻറ്റി? കമലെടുത്തി എന്തിയേ? എനിക്കറിയില്ല, അമ്മ ഇവിടെ കിച്ചണിലില്ലേ? ഇല്ലല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ലാന്ന് തോന്നുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്. ആണോ ആൻറ്റി? ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടോ നോക്കട്ടെ. അവിടെ ചിലപ്പോൾ ചൂടാക്കാൻ വല്ലതും കാണുമായിരിക്കും. മനു പോയി ഫ്രിഡ്ജിലൊക്കെ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. അയ്യോ ആൻറ്റി, ഇവിടെ ഒന്നുമില്ലല്ലോ. അതെന്താ, ഒന്നും ഉണ്ടാക്കാതെയാണോ ഇവർ പോയത്? ഇവരെങ്ങോട്ടാണ് പോയത്? അപ്പോൾ മനു പറയാം, അച്ഛനും അമ്മയും കൂടെ ചിലപ്പോൾ കോട്ടയത്തേക്ക് പോയതാവും. ഇന്നലെ അങ്ങനെ പറയുന്ന കേട്ടോ. അതെയോ? ശിവേട്ടൻ എന്നാലും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ പോയേനെ. ആൻറ്റി എന്തിനാ കോട്ടയത്തേക്ക് പോകുന്നത്? അല്ല, വേറൊന്നിനുമല്ല. 2 മാസത്തോളം ആയില്ലേ ഒരേ കിടപ്പിങ്ങനെ കിടക്കുന്നു. നല്ലൊരു തുണി എടുത്തിട്ട് തന്നെ ഒത്തിരി നാളായി. കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്നും വിചാരിച്ചു. അതിനെന്തിനാ ആൻറ്റി കോട്ടയം വരെ പോകുന്നത്? നെടുമ്പുരയ്ക്കൽ ടെക്സ്റ്റൈൽസ് സ്വന്തം കടയല്ലേ, അങ്ങോട്ട് പോയി എടുത്താൽ പോരെ. അതിപ്പോൾ എൻ്റേതല്ല. അവിടെ കയറി എന്തെങ്കിലും എടുക്കണമെങ്കിൽ അവിടെ ഒരാളുടെ അനുവാദം വേണം. ആ ലീന. എന്തിനാ ആൻറ്റി എഴുതാപ്പുറം ഇങ്ങനെ വായിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അവിടെ വരുന്ന തുണികളൊക്കെ കൊള്ളാവോടാ? എല്ലാം കുറേ ഔട്ട് ഓഫ് ഫാഷനായിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് ആൻറ്റി പറയുന്നത്? ബാംഗ്ലൂരും ചെന്നൈയിലും മുംബൈയിലും ഒക്കെ ഫാഷൻ മാറി മാറി വരുമ്പോൾ അതിൻ്റെ പുതിയ പുതിയ വേർഷൻസ് ഇവിടെയും കൊണ്ടുവരുന്ന ഒരൊറ്റ ടെക്സ്റ്റൈൽസേ ഉള്ളൂ ഈ ഏരിയയിൽ. അത് നെടുമ്പുരയ്ക്കൽ ടെക്സ്റ്റൈൽസാണ്. എന്നിട്ടാണോ സ്വന്തം സ്ഥാപനത്തെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നത്? അത് എൻ്റെ സ്ഥാപനമല്ല. ഞാനും ബാലചന്ദ്രനായിട്ട് ഇപ്പോൾ യാതൊരു ബന്ധമില്ല. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ട, എനിക്ക് ഡ്രസ്സ് എടുക്കുക, അവിടെ നിന്ന് എടുക്കുകയും വേണ്ട എന്നിങ്ങനെ ഒറ്റ വാശിയിലാട്ടോ. പക്ഷേ കമൽ നല്ലൊരു പണിയാണ് നമ്മുടെ വൈജിക്ക് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്